ചെറിയ സ്ഥലത്ത് ഇത്രയും പേരെ കണ്ടതിൽ വളരെ സന്തോഷം. ഇവിടെ ചീഫ് ഗസ്റ്റ് ആയിട്ടും ഇവിടെ മെമ്പേഴ്സ് എല്ലാവർക്കും സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് പരസ്പരമായി അതുപോലെ ഇവിടെ കാണുന്നത് ദയവായിട്ട് ഓരോരുത്തരായിട്ട് അവരുടെ അധികം സമയം എടുക്കാതെ 15 മിനിറ്റ്സ് സംസാരിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിനുള്ള സന്തോഷമായിരിക്കും. പുതുതായിട്ട് വന്നവരെ ഒരു സെക്കൻഡ് മാത്രം. എൻ്റെ പേര് AC ജോർജ്. ഞാൻ ന്യൂയോർക്കറായിരുന്നു ഫോർമർ. ഇപ്പോൾ 18 വർഷമായിട്ട് ഇവിടെ സീന പ്ലാന്റേഷനിൽ താമസിക്കുന്നു. അത്രയാണ്. താങ്ക് യു. എൻ്റെ പേര് ഇന്നസെൻ്റ് ഉലഹൻ. ഞാനൊരു അറ്റോർണിയാണ്. ന്യൂയോർക്കിൽ നിന്ന് വന്നതാണ്. ഞാൻ ജേക്കബ് സാം. വളരെ ചുവ നാളുകളായിട്ട് വന്നിട്ട് 2 വർഷമാകുന്നു. ഇവിടെ തന്നെ താമസം. എൻ്റെ പേര് ടോം വെരിപ്പൻ. ഞാൻ നമ്മുടെ റൈറ്റേഴ്സ് ഫോറമായിട്ട് വളരെ ആക്റ്റീവായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ആക്റ്റീവായിട്ട്. താങ്ക് യു. എൻ്റെ പേര് ബിജി എബ്രാഹിം. ഇതിൻ്റെ ഡോക്ടറുള്ള മാത്യു വൈരപ്പൻ്റെ ഭവനത്തിൽ ഫിസിഷ്യനായിട്ട് വന്നിരിക്കുകയാണ്. എൻ്റെ മകളെ കെട്ടിച്ചിരിക്കുന്ന അവിടെയായിരുന്നു. അങ്ങനെ വന്നിരിക്കുന്നതാണ്. പൊത്താനിക്കാണ് എൻ്റെ സ്ഥലം. എൻ്റെ പേര് സാമുവൽ തോമസ്. കഴിഞ്ഞ 50 വർഷമായിട്ട് ബാഴ്സലോണയിൽ താമസിക്കുന്നു. ഇന്ന് നമ്മളെ കൂടെ അയക്കാൻ ഇവിടെയാക്കിയതിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. George Barnes, architect, designer, 50 years of history. ജോൺ മാത്യൂസ്. ഞാൻ ന്യൂയോർക്കിൽ 40 വർഷത്തോളമായിരുന്നു. വിശേഷം ഇപ്പോൾ ഇവിടെ ഹൂസ്റ്റൺ പാസിദിനായില്ല സമയത്തിൻ്റെ പരിമിതി കൊണ്ട് അടുത്തായിട്ട് സെക്രട്ടറി റൈറ്റേഴ്സ് കോൺഫറൻസ് സെക്രട്ടറി വെൽക്കം സ്പീച്ചിന് അദ്ദേഹത്തിന് സമയമില്ലാത്തതുകൊണ്ട് എല്ലാവർക്കും സ്വാഗതം. അടുത്ത പ്രോഗ്രാമിലേക്ക് കോർഡിനേറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടുത്തെ റൈറ്റേഴ്സ് പ്രസിഡന്റാണ്. താങ്ക് യു. ഹലോ, ഞാൻ ജോൺ മാത്യു. പ്രോഗ്രാം കോർഡിനേറ്ററാണ്. കഴിഞ്ഞ 35-36 വർഷമായിട്ട് ഇവിടെ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ അമേരിക്കയിലെ ആദ്യത്തെ സംഘടനയാണ്, സാഹിത്യ സംഘടനയാണ് ഹ്യൂസ്റ്റണിലെ കേരള റൈറ്റേഴ്സ് ഫോറം. ഇവിടെ ആദ്യകാലം മുതലുള്ള ഏതാനും അംഗങ്ങൾ ഇപ്പോഴും ഇവിടെ ഉണ്ട്. അവരെ വീണ്ടും കാണുന്നത് സന്തോഷമുണ്ട്. നിങ്ങളെ മൈക്കൊന്ന് അടുപ്പിച്ച് കാര്യം നമ്മുടെ പുതിയ ഓർഡിനൻസ് കണ്ടക്ട് ചെയ്യുന്ന ഒരു റെസ്റ്റോറൻറ്റിലാണ് നമ്മളിപ്പോൾ സമ്മേളിക്കുന്നത്. അവർ നമ്മളോട് വളരെയധികം സഹകരിക്കുന്നുണ്ട്. അതിന് വളരെ താങ്ക്സ്. നമ്മളും അവർക്ക് ഫുഡ് ഓർഡർ കൊടുത്തിട്ട് അവരെ സഹായിക്കണം. പിന്നെ ഒരു പ്രത്യേക കാര്യം പറയാം. കൃത്യമായിട്ടുള്ളത് നമ്മുടെ അടുത്ത മീറ്റിംഗ് ഏപ്രിൽ 26-ാം തീയതി ആയിരിക്കും. ഏപ്രിൽ പോയിന്റി മന്താണ്. അന്ന് ഏപ്രിലെ മീറ്റിങ്ങിൽ കവിതകൾക്കായിരിക്കും പ്രാധാന്യം കൊടുക്കുന്നത്. ആളുകൾ കഴിയുന്നതും കവിത എഴുതുന്നവർ വന്ന് സ്വീകരിക്കുകയാണെങ്കിൽ സന്തോഷമുണ്ട്. മറ്റൊന്നും പ്രത്യേകമായിട്ട് അറിയാനില്ല. ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കിയിട്ട് ബുക്ക് പബ്ലിഷിംഗ് കോർഡിനേറ്ററിലേക്ക് ഞാൻ മാത്യു നിൽക്കുന്ന. ഞാൻ അമേരിക്കയിൽ വന്നിട്ട് 51 വർഷം കഴിഞ്ഞു. ഹൂസ്റ്റണിൻ്റെ റൈറ്റേഴ്സ് ഫോറം ആരംഭം മുതൽ എൻ്റെ സജീവ പ്രവർത്തകനാണ്. ഇത്രയും ആളുകളെ ഇന്ന് കാണാൻ പറ്റിയതിലും പരിചയപ്പെടാൻ പറ്റുന്നതിലും സന്തോഷമുണ്ട്.
റൈറ്റേഴ്സ് ഫോറത്തിൻ്റെ അടുത്ത പുസ്തകം 22ാമത്തെ പുസ്തകം ഇറക്കാൻ ആലോചനകളിലിരിക്കുന്നു. അതുകൊണ്ട് രചനകൾ എല്ലാവരുടെയും സ്വാഗതം ചെയ്യുന്നു. സൗകര്യമുള്ള തരിക. പിന്നെ കൂടുതൽ പറഞ്ഞു നിൽക്കുന്നില്ല. എല്ലാവർക്കും കാണുന്നതിൽ സന്തോഷമുണ്ട്. താങ്ക് യു. ഇന്നത്തെ പ്രോഗ്രാമിനെ കുറിച്ചൊന്ന് എങ്ങനെയാണ് അതിൻ്റെ ഓർഡർ? ഇന്നത്തെ പ്രോഗ്രാമിൻ്റെ എല്ലാവർക്കും കോപ്പി കൊടുക്കേണ്ട ആവശ്യമില്ലാത്തതാണ്. കോപ്പി കൊടുക്കും. ഇപ്പം ആദ്യമായിട്ട് ഡോക്ടർ സണ്ണി ഡോക്ടറിൻ്റെ ഏറ്റവും പുതിയ ബുക്കിൻ്റെ റിലീസിംഗ് ആണ്. അത് മിസ്റ്റർ ശമുവൽ തോമസ് ഹാൻഡ് ഓവർ ബുക്ക് ഡോക്ടർ CM ജേക്കബിന് ഹാൻഡ് ഓവർ ചെയ്തിട്ടാണ് നടക്കുക. ഷോർട്ട് കമൻറ്റ് ബൈ മിസ്റ്റർ ശമുവൽ തോമസ്. അത് കഴിഞ്ഞിട്ട് ഡോക്ടർ CM ജേക്കബ് ഏതാനും മിനിറ്റുകൾ സംസാരിക്കുന്നതായിരിക്കും. ഷോർട്ട് കമൻറ്റ് ബൈ മാത്യു നെല്ലിക്കുന്ന് ആൻഡ് ജോൺ മാത്യു വളരെ 2 മിനിറ്റ് 2 മിനിറ്റ് വീതം. കമൻറ്റ്സ് ബൈ മിസ്റ്റർ ഗോഡ്ഫ്രി ഫ്രാൻസിസ്. ഇല്ല കമൻറ്റ്സ് ബൈ ദി ഓഥർ. എ സോങ് ബൈ മിസ്റ്റർ ജേക്കബ് സോങ്. അത് കഴിഞ്ഞിട്ട് മറ്റൊരു ബുക്ക് റിലീസിംഗ് കൂടെയുണ്ട്. ടൊറൻറ്റോയിലുള്ള ജോൺ മറിയയുടെ ബുക്ക്. അതായത് S. ജോർജ് മിസ്സസ് ബോർഡിംഗ് മാത്യു റിലീസ് ചെയ്യും. 2-3 മിനിറ്റ് അദ്ദേഹം മിസ്റ്റർ S. ജോർജ് ടോക്കിങ്. അത് കഴിഞ്ഞിട്ടൊരു മലയാളം സ്റ്റോറിയുണ്ട്. അതിൻ്റെ കോപ്പി കുറേ 10-12 കോപ്പിയോടും പലരും കിട്ടി കാണും. അത് കഴിഞ്ഞിട്ടൊരു ഷോർട്ട് ഡിസ്കഷൻ ഉണ്ട്. വോട്ട് ഓഫ് താങ്ക്സ്. അങ്ങനെയാണ് പ്രോഗ്രാം.